ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ ഈ മാസം 18 മുതൽ സൗദിയിലെത്തും. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള തീർത്ഥാടകരും 18-ന് പുറപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ അറിയിച്ചു. മക്കയിലും മദീനയിലും മികച്ച സേവനം തീർത്ഥാടകർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1,75,025 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. ഇതിൽ 1,22,518 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും 52,507 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഏപ്രിൽ 18-ന് ആരംഭിക്കും. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം മദീനയിലാണ് ഇറങ്ങുന്നത്. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ആദ്യ സംഘം ഏപ്രിൽ 18-ന് തന്നെ ജിദ്ദയിലേക്ക് പുറപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ആസീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകളിൽ 10,000-ഓളം തീർത്ഥാടകർക്ക് മാത്രമാണ് അവസരം ലഭിച്ചത്. ഇത്തവണ 1,00,000-ലധികം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പ് ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും MA ആസീസ് പറഞ്ഞു. 18 ഏപ്രിൽ മുതൽ ഏകദേശം മെയ് 20 വരെയുള്ള സമയങ്ങളിലായി 52,000-ഓളം വരുന്ന പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിലെ യാത്രക്കാർ മുഴുവൻ സൗദി അറേബ്യയിൽ എത്തിച്ചേരും. മുഴുവൻ ആളുകൾക്കും നേരത്തെ തന്നെ ഹജ്ജ് വിസ ലഭ്യമായതും മറ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ യാത്രയാക്കാനായതും വളരെ സൗകര്യപ്രദമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ വിനിമയ നിരക്കിലുണ്ടായ ചാർജ് വർധനയും വിമാന ടിക്കറ്റിലെ വർധനയും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റവും ചെറുതായി സാമ്പത്തിക ബാധ്യത കൂടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മുഴുവൻ ഹാജിമാരും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ. മക്കയിലും മദീനയിലും മീന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് കുറ്റമറ്റ സേവനം നൽകണമെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ഹജ്ജ് സർവീസ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.